ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ 11ാമത്തെ എപ്പിസോഡ് കാണാം. 10ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഡേയോൺ ഷോക്കായിട്ട് മെസ്സേജ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വരെയാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഡേയോൺ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ പിള്ളേരും അവനെ കളിയാക്കുന്ന രീതിയിലാണ് നോക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കുകയാണ് ഈ മെസ്സേജ് അയക്കുന്നതെല്ലാം സത്യമാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അങ്ങനെയൊന്നും അല്ല, എനിക്കത് മാത്രമല്ല അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ലെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഡേയോൺ സാഡായിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുകയാണ്. അവിടേക്ക് സാറ് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്ത് പറ്റി ഡേയോൺ, നല്ല വിഷമത്തിലാണല്ലോ, എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറയും ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഇത് കേട്ട് സാറ് പറയും എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പറയണേന്ന്. അപ്പോൾ അവൻ പറയും ശരി സാർ, ഞാൻ എന്തായാലും പറയുമെന്ന്. ഈ സമയം അവിടെ 2 പിള്ളേർ നിൽക്കിയിരുന്നു. അവർ സംസാരിക്കുന്നത് ഡേയോണിനെയും ടേക്കിങ്ങിനെയും പറ്റിയാണ്. അതിലൊരു ചെറുക്കൻ പറയുകയാണ് നിനക്കറിയാമോടാ, ഡേയോൺ ടേക്കിങ്ങിനെ കൗൺസിലിൽ ചേർത്തത് ഡേയോണ് ടേക്കിങ്ങിനെ ഇഷ്ടമായതുകൊണ്ടെന്നാണ് എല്ലാവരും പറയുന്നതെന്ന്. സാറും ഡേയോണും ഇത് ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ആ പിള്ളേർ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത സീനിൽ ടേക്കിങ്ങിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ ഫോണിൽ മെസ്സേജ് ഒന്നും കാണാക്കാതെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം അവൻ്റെ ഫോണിൽ സ്ക്രാച്ച് വീണിരിക്കുന്നില്ലേ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ കാണിച്ച 2 പിള്ളേരുണ്ടായിരുന്നല്ലോ, ടേക്കിങ്ങിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒരുത്തം കളിയാക്കില്ലേ, ആ 2 പിള്ളേരെ അവിടെ വരികയാണ്. അവരവിടെ വന്നിട്ട് അതിലൊരു ചെറുക്കൻ പറയണു ഓ നിനക്ക് കൗൺസിലിൽ ചേർന്നിട്ട് ഫ്രണ്ടിനെയും അതുപോലെ ഒരു ലവറിനെയും കിട്ടിയല്ലേ എന്ന്. അപ്പം മറ്റേ ചെറുക്കൻ പറയും ശരിയാണെടാ, ഇവൻ എന്ത് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ ഒരു ബോയ് സ്കൂളിൽ വന്നിട്ട് ആരെങ്കിലും ഒരു ബോയെ തന്നെ ഡേറ്റ് ചെയ്യുമെന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് ചോദിക്കും ഡേറ്റിങ്ങോ, നിങ്ങൾ എന്താ പറയുന്നതെന്ന്. അപ്പം അതിലൊരു ചെറുക്കൻ ടേക്കിങ്ങിന് മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മെസ്സേജ് കണ്ടിട്ട് അവൻ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇവനിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അതിലൊരു ചെറുക്കൻ പറയണേ ഡേയോന്റെ പേരൻസ് ആണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരു പക്ഷേ അബ്രോഡിൽ അയച്ച് പഠിപ്പിച്ചാലും ആവുമെന്ന്. അതുമാത്രമല്ല അവൻ്റെ അച്ഛൻ ഈ സ്കൂളിൽ ഫൗണ്ടേഷൻ ചെയർമാനും കൂടിയാണ്. പിന്നെ ഡേയോന്റെ അടുത്താണെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവനെ ഒന്നും മിണ്ടാറേ ഇല്ലെന്ന്. ഇതൊക്കെ കേട്ടതിന് ശേഷം ടേക്കിങ് ആണെങ്കിൽ ഡേയോൺ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. ഈ സമയം ആ പിള്ളേർ പുറകിൽ നിന്ന് അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അതിലൊരു പയ്യൻ പറയണേ എനിക്ക് ഡേയോൺ പെരുമാറുന്ന രീതി വെച്ച് തന്നെ തോന്നിയായിരുന്നു അവ ഇങ്ങനത്തെ ഒരു പയ്യനാണെന്ന്. ഇത് കേട്ടോണ്ട് അവിടെ നങ്കുങ്ങ് വരെയാണ്. എന്നിട്ട് നങ്കുങ്ങ് ചോദിക്കുന്നു അയ്യോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ, ഇത്രയും നാളായിട്ട് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഞാൻ എന്തായാലും നിങ്ങളെ പറ്റി ഡേയോൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാന്ന്. അപ്പം ചെറുക്കന്മാർ പറയാം അയ്യോ നീ ചോദിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ചുമ്മാ കോമഡിക്ക് പറഞ്ഞേണെന്ന്. അപ്പം നങ്കും പറയും കോമഡി ആയാലും എന്തായാലും സ്വന്തം കാര്യം നോക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചുമ്മാ ഇടപെട്ട് അതും ഇതും പറയാനും നിൽക്കരുത്, അതുപോലെ അറിയാത്ത കാര്യത്തിൽ ചുമ്മാ ഇടപെടാൻ നിൽക്കരുതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നങ്കുങ് അവിടെ നിന്ന് പോകുന്നു. ടേക്കിങ് ഈ സമയത്ത് ഡേയോണിനെ തിരക്കി ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡേയോൺ അവിടെ ഇല്ല. പക്ഷേ എല്ലാ പിള്ളേരും ഇവരെ പറ്റിയാണ് കുറ്റം പറയുന്നത്. ഇതൊന്നും അവ ശ്രദ്ധിക്കാതെ ഡേയോണിനെ തിരക്കി വീണ്ടും പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഡേയോണിന്റെ ഫ്രണ്ട്സിനെ കാണുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കും നീ അല്ലേ ആ പുതിയതായിട്ട് വന്ന പയ്യനെന്ന്. അപ്പോൾ ടേക്കിങ് പറയും അതെ, നിങ്ങൾ ഡേയോണിനെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവർ പറയും ഡേയോൺ സ്റ്റാഫ് റൂമിലേക്ക് പോയെന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും അവ എപ്പോൾ പോയെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവർ പറയും അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ പോണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഷിൻമു ആണെങ്കിൽ നങ്കുങ്ങിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു ടേക്കിങ്ങിനെ കണ്ടായിരുന്നോ എന്ന്. അപ്പോൾ പറയും ടേക്കിങ്ങും ഡേയോണ് രാവിലെ മുതലേ ഇവിടെ വന്നിട്ടില്ല, അതുപോലെ ആരാണോ എന്തോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, പിന്നെ ആ വീഡിയോ ആരെടുത്തെന്ന് അറിയാൻ വയ്യ, എന്തായാലും ട്രിപ്പിന് വന്ന ആരോ ആണ് എടുത്തതെന്ന്. അപ്പോൾ ഷിൻമു ചോദിക്കും അതൊരു പക്ഷേ ലീസൂഹി ആയാലോ, കാരണം അവക്കല്ലേ ഡേയോണും ടേക്കിങ്ങും മിണ്ടുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. ഇത് കേട്ടിട്ട് നങ്കുങ് ഒന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് ഷിൻമു പറയും എന്നാൽ ശരി, എന്തായാലും നീ ഡേയോൺ വരണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഷിൻമു വന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടുത്തെ ഗേൾസ് സ്കൂളിലെ ചർച്ചാ വിഷയം ഡേയോണും ടേക്കിങ്ങും തന്നെയാണ്. അവർ ഏറ്റവും കൂടുതലും പറയുന്നത് ഡേയോണിനെ പറ്റിയാണ്. അവർ പറയുകയാണ് ഞാൻ ഒരിക്കലും കരുതിയിലടി അവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന്, അതും ഒരു പെണ്ണ് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന സമയത്തും അവൻ ഇങ്ങനെ ആയെന്ന് വെച്ചാൽ എന്താണെന്ന്. ഇതൊക്കെ അവിടെ നിന്ന് ലീസൂയി കേൾക്കുകയായിരുന്നു. അവളാണെങ്കിൽ ദേഷ്യത്തിൽ ആ പെമ്പിളരുടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ പോകുന്നില്ല, കാരണം അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പക്ഷേ ആ വീഡിയോ എടുത്തത് ആ ലീസൂഹി ആയിരിക്കാം, കാരണം അവരെ രണ്ടുപേരും തമ്മിൽ തെറ്റ്
പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് അവനെ കിട്ടുമല്ലോ, അതുകൊണ്ട് അവൾ വീഡിയോ എടുത്തതായിരിക്കാമെന്ന്. ഇത് കേട്ടിട്ട് അവൾക്ക് എന്തോ അങ്ങോട്ട് പോകാൻ തോന്നാതെ അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾക്കൊരു കോള് വരെയാണ്. അവൾ അതെടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ ടേക്കിങ് ആണെങ്കിൽ കൗൺസിലർ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഡേവോണിനെ കാത്ത്. ഇത് കണ്ടുവരുന്ന ഷിൻവു ചോദിക്കുന്നു, നീ എത്ര നേരം എന്ന് പറഞ്ഞാണ് അവനെ കാത്തിരിക്കാൻ പോകുന്നതെന്ന്. ഇവനൊന്നും മിണ്ടാത്തത് കണ്ടിട്ട് ഷിൻവു ആണെങ്കിൽ അവൻ്റെ കോട്ടൂരി ടേക്കിങ്ങിന് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, തണുക്കും നീ ഇത് വെച്ചോന്ന്. ഇത് കണ്ടിട്ട് ടേക്കിങ് ആണെങ്കിൽ വാങ്ങിച്ചതിന് ശേഷം താങ്ക്സും പറയുന്നുണ്ട്. ഷിൻവു ആണെങ്കിൽ പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഞങ്ങുങ്ങും ലീസുയും കൂടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ലീസുകി ഞങ്ങുവിനോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന്. ഇത് കേട്ടിട്ട് ഞങ്ങുങ്ങ് പറയും, ഞാൻ കരുതിയില്ല നീ ഇപ്പം ഇങ്ങനെ ചോദിക്കുമെന്ന്. ഞാൻ കരുതിയത് നീ ഡേയോണിനെ പറ്റി ചോദിക്കുമെന്നാണ്. ഇത് കേട്ടിട്ട് അവൾ പറയും, ഞാൻ അവനെ കോൾ ചെയ്തായിരുന്നു, പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല, അപ്പം ഞാൻ കരുതി അവൻ നല്ല തിരക്കിലായിരിക്കുമെന്ന്. അപ്പം ഞങ്ങുങ്ങ് പറയും, ഇത് പഴയ ലീസൂഹി അല്ല, പഴയ ലീസൂഹി ആയിരുന്നെങ്കിൽ എപ്പോഴേ ഡേയോണിൻ്റെ അടുത്ത് പോയിട്ട് ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിച്ചേനെന്ന്. അതുപോലെ പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് നിനക്ക് ഡേയോണിനെ കാട്ടി എന്നെയാണ് ഇഷ്ടമെന്ന്. കാരണം ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ ഡേയോണിനെ പോലും പോയി കാണാതെ എൻ്റെ അടുത്തേക്ക് വന്നില്ലേന്ന്. ഇത് കേട്ടിട്ട് ലീസൂയി പറയാം, അങ്ങനെയൊന്നും അല്ലെന്ന്. ഇവള് പറഞ്ഞതിന് ശേഷം ഞങ്ങുങ്ങ് പറയും, എന്തായാലും ആരിത് ചെയ്താലും അയാൾ ഡേയോണിനെ പറ്റി എല്ലാവരും തെറ്റായിട്ട് സംസാരിക്കണമെന്ന് കരുതി തന്നെ ചെയ്തതാണെന്ന്. ഞങ്ങുങ്ങ് പറയുന്നതൊക്കെ കേട്ടിട്ട് ലീസൂഹിയുടെ മുഖഭാവം മാറുന്നുണ്ട്. ലീസൂഹിയാണോ എന്തോ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തത് അറിയത്തില്ല. അവിടെ സാറാണെങ്കിൽ നൈറ്റ് ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഡേയോൺ അവിടെ വന്നിട്ട് ചോദിക്കും, സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ സാറ് പറയും, എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട, നീ വീട്ടിലേക്ക് പൊയ്ക്കോന്ന്. ഡേയോൺ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് മറ്റൊരു സാറിനെ കാണുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിക്കുന്നു, ഡേയോൺ ഈ കേൾക്കുന്ന കാര്യമൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ ഡേയോൺ പറയും, അത് സത്യമൊന്നും അല്ല സാർ, ഞാൻ അവനെ കുറച്ചും കൂടെ കെയർ ചെയ്യണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന്. അപ്പോൾ സാറ് പറയും, അതെങ്ങനെ നീ ഉദ്ദേശിച്ചാലും എല്ലാവരെയും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല, അതുപോലെ ഇതാണ് നിൻ്റെ അച്ഛൻ അറിഞ്ഞുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ 2 പിള്ളേർ പോകുന്നതും ഇവനെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇത് കേട്ട് സാറ് പറയും, വാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്ന്. സാറിനോട് സംസാരിച്ചതിന് ശേഷം അവൻ വിഷമത്തോടെ ഇറങ്ങി പോവേണ്. അപ്പോൾ അവിടെ ടേക്കിങ് വരുന്നുണ്ട്. ടേക്കിങ്ങിനെ കണ്ടിട്ട് അവൻ പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ സമയമില്ലെന്ന്. ഡേയോൺ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ടേക്കിങ് പറയും, നീ ഇനി എപ്പോഴാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്? നിനക്കറിയാമോ, രാവിലെ മുതൽ ഞാൻ ഇപ്പോൾ വരെ നിന്നെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ഡേയോൺ പറയും, നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഒരേ ഒരു കാര്യത്തിന് മാത്രം നീ ഉത്തരം തന്നാൽ മതി, നീ എന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഡേയോൺ പറയും, ഓ ശരിയാ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, ഞാൻ ഇന്ന് എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളെന്ന്. ഇത് കേട്ട് വിഷമവും ദേഷ്യം വന്നിട്ട് ടേക്കിങ് പറയും, ഞാൻ കരുതിയ പോലെയൊന്നും അല്ല നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ നീ അങ്ങനെയൊന്നും അല്ല, എന്നാൽ പോലും എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ടേക്കിങ് അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നു. ഡേയോൺ ആണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവനും അവിടെ നിൽക്കുന്നുണ്ട്. ടേക്കിങ് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു, ഒരുപാട് നേരം കരയുന്നുണ്ട്. ഈ സമയം ഡേയോൺ ആണെങ്കിൽ വീട്ടിൽ പോയതിന് ശേഷം ടേക്കിങ്ങിനൊരു മെസ്സേജ് അയക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ ടൈപ്പ് ചെയ്യുന്നതല്ലാതെ അവന് മെസ്സേജ് അയക്കുന്നില്ല. അതുപോലെ അവനാണെങ്കിൽ മറ്റുള്ള പിള്ളേർ അയക്കുന്ന മെസ്സേജ് കണ്ടിട്ട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. അടുത്ത സീനിൽ ഷിൻവു ആണെങ്കിൽ ടേക്കിങ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടിട്ട് ടേക്കിങ് ചോദിക്കും, അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഷിൻവു പറയും, അത് എൻ്റെ അടുത്ത് ഞങ്ങുങ്ങ് പറഞ്ഞതാ, അല്ലെങ്കിൽ തന്നെ അതിനിപ്പോൾ ഒരു പ്രാധാന്യവും ഇല്ല, നീ ഇപ്പോൾ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയാം. ഷിൻവു പറയുന്നത് കേട്ടിട്ട് ടേക്കിങ് പറയും, ഞാൻ ഈ ധൈര്യം ഒന്ന് സംഭരിച്ച് ഇതൊന്നും അവൻ്റെ അടുത്ത് പോയി പറയണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത് ഇത്രയും വിഷമമായി തീരുമെന്ന്. ടേക്കിങ് ഇങ്ങനെ വിഷമത്തോടെ പറയുന്നത് കേട്ട് ഷിൻവു പറയും, അതിനിപ്പോൾ എന്താ, നീ ധൈര്യത്തോടെ പോയൊരു കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞു, അത്രയല്ലേ ഉള്ളു, ഇപ്പം നിനക്ക് വിഷമം വരുന്നു, നിനക്ക് കരയാൻ തോന്നുന്നെങ്കിൽ നീ കരയും. ഷിൻവു പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ടേക്കിങ് പൊട്ടിക്കരയുന്നുണ്ട്. ഷിൻവുവിനെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അവൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഷിൻവു ചോദിക്കും, നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.